നമുക്കിപ്പോൾ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോകേണ്ടത് തെരഞ്ഞെടുപ്പ് ബഹളമാണല്ലേ. ആ തെരഞ്ഞെടുപ്പ് ഓണം തേടിപ്പോയ രണ്ടുപേർ അങ്ങ് അതിർത്തി മാറി മറ്റേതോ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എത്തിയ സ്ഥിതിക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ എന്താണ് തെരഞ്ഞെടുപ്പ് വിശേഷം എന്ന് കൂടി നമുക്ക് നോക്കി വരാം. ചേട്ടാ, ഇവിടെ തെരഞ്ഞെടുപ്പ് ബോർഡൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പില്ലല്ലോ. ഇതേതാ സ്ഥലം? ഇത് സ്ഥലം നെട്ടയാണ്, തമിഴ്നാട്. ഇതാണ് കടുക്കറ പാലം. വലത്തോട്ട് പോയാൽ കേരളം, ഇടത്തോട്ട് പോയാൽ തമിഴ്നാട്. ഒരിടത്ത് തെരഞ്ഞെടുപ്പ് ചൂടാണെങ്കിൽ മറുഭാഗത്തെല്ലാം ശാന്തം. തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ കാണാറുണ്ടോ കേരളത്തിൽ കാണുന്നുണ്ട്. അവിടെ ഇനിയിപ്പോ എന്നാ തെരഞ്ഞെടുപ്പൊക്കെ? അവിടെ ഇനി മെയ് മാസം, ഏപ്രിൽ മെയ് വരും. മെയ്യിലാണ്. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പില്ലെങ്കിലും ഫ്ലക്സ് വെക്കാനും തോരണം കെട്ടാനും ഒക്കെ അതിർവരമ്പില്ലാതെ ഇവർ കേരളത്തിൽ ഒത്തുചേരും. തമിഴ്നാട്ടിലേക്ക് വിവാഹം കഴിച്ചു പോയവരും ജോലിക്കായി പോയവരും ഒക്കെ വോട്ട് ചെയ്യാൻ ഓടിയെത്തും. പേര് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ അവിടെ തന്നെ വരണം. റേഷൻ കാർഡിലെ പേരും ഇലക്ഷൻ ഐ ഡിയും മാറ്റിയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ വരണം. തിരഞ്ഞെടുപ്പായാലും അല്ലെങ്കിലും ഇച്ചിരി കൂടുതൽ പെട്രോൾ അടിക്കണമെങ്കിൽ കേരളക്കാർ പിന്നെ ഒന്നും നോക്കില്ല. അതിർത്തി കടന്നങ്ങ് തമിഴ്നാട്ടിലേക്ക് പോയേക്കും. പെട്രോൾ അടിക്കാൻ എവിടെയാ പോകുന്നത്? അല്ല, നമുക്ക് രണ്ട് ഭാഗത്തും ഉണ്ട്. അടുത്തുനിന്നാണ് അടിക്കുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെയാണ് അടിക്കുന്നത്. ഇതേത് നമ്മൾ നെയ്യാറ്റിൻകരയ്ക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ തമിഴ്നാട്ടിലെ പമ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം അവിടെ 5 രൂപ വ്യത്യാസമുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ ഷൂട്ടിനിറങ്ങി അവസാനം തമിഴ്നാടും കണ്ട് ഞങ്ങളിതാ തിരിച്ചു പോകുകയാണ്. ഇവിടെ തിരഞ്ഞെടുപ്പ് ചൂടൊന്നുമില്ല, പക്ഷേ ഇവിടെയുള്ള നിരവധി ആളുകൾ തിരഞ്ഞെടുപ്പ് ദിവസം എന്തായാലും അങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ വരുന്ന കാഴ്ച കാണാൻ കഴിയുന്നതാണ് അല്ലേ തൂ? അപ്പോൾ അടുത്ത റൈഡിൽ കാണാം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനും അരവിന്ദിനുമൊപ്പം സാന്ത്വന സാജുവും സുനിഷയുമാണിങ്ങ് തമിഴ്നാട്ടിൽ നിന്നും. എന്തായാലും നമ്മുടെ സുനിഷയും സാന്ത്വനയും വണ്ടി ഓടിച്ചോടിച്ച് ഇങ്ങ് കേരളത്തിലെത്തി. അടുത്ത ദേശപ്പോര് വിശേഷം കൊണ്ട് ഉടൻ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങ് തമിഴ്നാട്ടിലെ കാഴ്ചയാണ് അവർ പങ്കുവച്ചത്.